നമസ്തേ സർ. നമസ്കാരം. റെക്കോർഡിംഗ് ആയെന്ന് തോന്നുന്നല്ലേ? റെക്കോർഡിംഗ് ആയി. നമുക്ക് തുടങ്ങാം. ഓം സഹനാവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നന്ദിയുടെ എല്ലാ പരിപാടിയും ഈ പഞ്ചമം 14-ാം അധ്യായത്തിൽ 36 36. പഞ്ചമസ്കന്ധം അധ്യായം 14 ശ്ലോകം 36. ക്വചിത് ക്ഷീണധനശയ്യാസന അദ്യുപഭോഗവിഹീനോ യാവത് അപ്രതികൂലമനോരഥോപഗതാത് അന്യേ അവഫിതമതിഃ തതസ്തതോ മാനാദീനി ജനാത് അഭിലഭതേ. സംസാര ദുഃഖം വനത്തിനോട് സാദൃശ്യപ്പെടുത്തി എങ്ങനെയൊക്കെ അനുഭവിക്കുന്നു എന്നതിന്റെ ഓരോ വഴികൾ എടുത്ത് കാണിക്കാം. ക്വചിത് ചിലപ്പോൾ ക്ഷീണധന ധനം ക്ഷീണിച്ചവനായിട്ട് ശയ്യ ആസന അടന ശയ്യാസനാടനാദി ഉപഭോഗവിഹീനോ. ശയ്യ കിടക്കാനുള്ള ഉപകരണങ്ങൾ, ആസനം ഇരിക്കാനുള്ള ഉപകരണങ്ങൾ, അസനം ഭക്ഷിക്കാനുള്ള ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള ഉപഭോഗ സാധനങ്ങൾ വിഹീനനായിട്ട് കിട്ടാത്തവനായിട്ട് ക്ഷീണധനനായി, കാശയില്ല, അതുകൊണ്ട് നല്ല ബെഡ് മേടിക്കാനോ കിടക്ക മേടിക്കാനോ പറ്റുന്നില്ല, ഇരിക്കാനുള്ള കസേരകൾ മേടിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണാദികൾ വേണ്ട വിധത്തിൽ വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. ക്ഷീണധനൻ ശയ്യാസന അസന ആദി ഉപഭോഗവിഹീനോ. ശയ്യാസന അസനാദ്യുപഭോഗവിഹീനോ യാവത് അപ്രതിലബ്ധമനോരഥോ. മനോരഥം ലഭിക്കാത്തവനായി തിന്നിട്ട് അപ്രതിലബ്ധ മനോരഥോ. പ്രതിലബ്ധം ലഭിക്കുക, അപ്രതിലബ്ധം ലഭിക്കാതാകുക. മനോരഥം ലഭിക്കാതായിട്ട് യാതൊരു കാലം വരെയാണോ യാവത് അപ്രതിലബ്ധ മനോരഥോ ആഗ്രഹം സാധിക്കാത്തവനായിട്ട് ഉപഗതാദാനേ ഉപഗതമായതിനെ ആദാനം ചെയ്യുക. ആദാനം ചെയ്യുക, എടുക്കുക. ആദായം എന്നുള്ള വാക്കങ്ങനെയാണ്, എടുക്കുന്നതാണ് ആദായം. ഉപഗത ആദാനെ വന്നു ചേർന്നതിനെ, കിട്ടിയതിനെ എടുക്കുന്നതിൽ അവഫിതമതിഹി നിശ്ചയിച്ച ബുദ്ധിയോടു കൂടിയവനായിട്ട് യാവത് അപ്രതിലബ്ധമനോരഥോപഗതാദാനെ അവഫിതമതിഹി തതസ്തതോ അവിടെയും ഇവിടെയും ഒക്കെയായി അവമാനാദീനി അവമാനം മുതലായവ ജനാത് അഭിലഭതേ ജനങ്ങളിൽ നിന്നും ലഭിക്കുക തന്നെ ചെയ്യുന്നു. ധനമില്ലാതെ വന്നു കഴിഞ്ഞ് ക്ലേശിക്കുന്ന ഒരാളുടെ അവസ്ഥ ഏതെങ്കിലും കാരണവശാൽ ഉണ്ടാക്കി വെച്ച ധനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കിടക്കാനും ഇരിക്കാനും ഭക്ഷിക്കാനും വേണ്ട സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ളവരോട് യാചിക്കും, അവരിൽ നിന്ന് ലഭിക്കും എന്ന് മനസ്സുകൊണ്ട് നിശ്ചയിക്കും. അങ്ങനെയുള്ള ആഗ്രഹം നിഷ്ഫലമാകും, ചിലപ്പോൾ അവർ കൊടുക്കില്ല. അങ്ങനെ വന്നാൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് നമ്മുടെ കയ്യിൽ വരുത്തണം എന്ന് തോന്നിക്കും. മോഷ്ടിച്ചോ അപഹരിച്ചോ. അങ്ങനെ വന്നാൽ ജനങ്ങളിൽ നിന്നും അവമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. ഉടമസ്ഥനും ബഹുജനങ്ങളും ഒക്കെ അവമാനം, താടനം, ദുഷ്കീർത്തി എല്ലാം ഉണ്ടാവാൻ കാരണമായിട്ട് ഇതൊക്കെ സംസാരത്തിൽ അനുഭവിക്കുന്ന അനുഭവമാണ്. ഇതൊക്കെ
ധനത്തെ വർദ്ധിപ്പിക്കാനുള്ള ഉപായത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ആ ധനം നശിക്കുന്നതാണെന്ന് നേരത്തെ അറിയണം, ഉണ്ടാക്കുമ്പോഴേ അറിയണം. അതറിയാത്തത് കൊണ്ട് ഉണ്ടാക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ. എപ്പോഴെങ്കിലും ഇതിൽ ക്ഷയം സംഭവിച്ചാൽ, എനിക്ക് വേണ്ട ഉപകരണങ്ങളൊന്നും മേടിക്കാനാകാതായാൽ, എനിക്ക് പക്ഷേ ഭക്ഷണം വേണം, കിടക്ക വേണം, ഇരിപ്പിടം വേണം, അങ്ങനെ വന്നാൽ മറ്റുള്ളവർക്ക് യാചിക്കും. അവർ കൊടുത്തില്ലെങ്കിൽ പിന്നെ അപഹരിക്കും. അങ്ങനെ വന്നാൽ രാജാവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കള്ളന്മാരാണെന്ന് കണ്ട് ജയിലിലാക്കുകയോ ശിക്ഷിക്കുകയോ അപകടപ്പെടുത്തുകയോ ചെയ്തേക്കാം. ക്വചിത് ക്ഷീണധനശയ്യാഫനാദ്യുപഭോഗവിഹീനോ യാവതപ്രതിലബ്ധമനോരഥോപഗത മനോരഥോപഗത ആദാനേ അവഫിതമതി ആദാനേവഫിതമതി നിർത്ത്. ആദാനെ കഴിഞ്ഞ അവഫിതമതി എന്ന് എടുത്ത് പറഞ്ഞ് കുറച്ചുകൂടി എളുപ്പമായി കാര്യം. അത് തെറ്റില്ല. അവഫിതമതി തതസ്തോ അവമാനാദീനി ജനാദഭിലഭതേ ക്വചിത് ക്ഷീണധന ശയ്യാഫനാദ്യുപഭോഗവിഹീനോ യാവതപ്രതിലബ്ധമനോരഥോപഗതാദാനേ അവഫിതമതിസ്തതസ്തതോപമാനാദീനി ജനാദ് അഭിലഭതേ ഏവം വിത്ത വ്യതിശൃംഗവിവൃദ്ധവൈദാനുബന്ധോ വിപൂർവവാസനയാമിഥ ഉദ്വഹതി അഥാപവഹതി. ഏവം ഇങ്ങനെ വിത്ത വ്യതിശൃംഗ വിവൃദ്ധ വൈദാനുബന്ധോവി, വിത്തത്തെ വ്യതിശങ്കം ചെയ്യുന്നത് കൊണ്ട്, അപഹരണം നടത്തുന്നുകൊണ്ട്, വിത്ത വ്യതിശങ്കം കൊണ്ട് ധനത്തിന്റെ വേണ്ട വിധത്തിലുള്ളതല്ലാത്ത ഭംഗം ഇടപാട്, അതാണ് അതി ഭംഗമാണ്, ആണ് വ്യതിശങ്കം. വേണ്ട വിധത്തിലുള്ള ഭംഗമല്ല വിത്തത്തിനുണ്ടായത്, അപഹരിച്ച വിത്തത്തിനുള്ളതാണ് ഭംഗം ഉണ്ടായത്. അതുകൊണ്ട് വിവൃദ്ധ വൈരാനുബന്ധോവി, ആരിൽ നിന്ന് അപഹരിക്കുന്നു അവരുമായി വൈരാനുബന്ധം വിവൃദ്ധമാക്കും, വളരും. വിവൃത്ത വൈരാനുബന്ധോവി, അങ്ങനെ വളർന്നിട്ടും പൂർവവാസനയാം, നേരത്തെ ഉണ്ടായിരുന്ന വാസന കൊണ്ട്, മിഥഹ പരസ്പരം, ഉദ്വഹതി വിവാഹം കഴിക്കുന്നു, അഥ അപഹതി വേർപിരിയുന്നു. ഇത് സംഭവിച്ചിട്ടുണ്ട്. ഉദ്വഹതി ഉദ്വാഹം ച വിവാഹം. ഉദ്വഹതി വിവാഹം കഴിക്കുന്നു. ഉത്തിന് പകരം ബി എന്ന ഉപസർഗം ചേർത്തുമ്പോൾ വിവാഹമായി, അത്രേ ഉള്ളൂ. ഉദ്വാഹം, വിവാഹം, സംവാഹം, ആവാഹം, ഇതൊക്കെ ഉപസർഗം ചേർന്ന് അർത്ഥം മാറിപ്പോകുന്നു മാത്രമേ. അപവഹതി എന്ന്, ഉദ്വഹതി വിവാഹം കഴിക്കുക, അപവഹതി വേർപെടുക. ഇപ്പൊ ഇത് രണ്ടും ഒരുപോലെ നടക്കും. ചിലപ്പം ഒരു വേദി വെച്ച് തന്നെ നടക്കും, അല്ലെ വൈകാതെ എവിടെയും വെച്ച് നടക്കും. എന്തുകൊണ്ടാണിത്? പൂർവവാസന കൊണ്ടാണ് പരസ്പരം വിവാഹത്തിന് വേണ്ടി. ശത്രുക്കൾ തമ്മിൽ പരസ്പരം വിവാഹബന്ധത്തിന് ആലോചിക്കാം. ധനം മോഷ്ടിച്ചു, അപഹരിച്ചു, മാനം അപഹരിച്ചു, അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവാം. അവരുമായിട്ട് അടിപിടിയും തങ്ങളിത്തല്ലും വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി ശത്രുവായിട്ടിരിക്കുകയും ചെയ്യാം. പക്ഷെ ഒരു വിവാഹാലോചന വന്നു. എന്താണ്? ആ ശത്രുവിന്റെ മകനും എന്റെ മകളും തമ്മിൽ ഇഷ്ടമായി, ആ വിവാഹം നടത്തി കൊടുത്തേ പറ്റൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ശത്രുവാദം വിചാരിച്ചിട്ട് കാര്യമില്ല, വിവാഹം നടത്തി കൊടുക്കും. ചിലപ്പോ ഒരാഴ്ചക്കും വിവാഹം വേർപിരിയുകയും ചെയ്യും. ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ധനമില്ലാതെ വരുമ്പോൾ ആണ് ശത്രുത ഉണ്ടാകുന്നത്. ധനമാണ് ശത്രുതയ്ക്ക്. ഈ ശത്രുതയാണ് വിവാഹം ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും കാരണമായി തീർന്നിങ്ങനെ. ഇതൊരു പരമ്പരയാണ്. ഈ പരമ്പരയെ നീട്ടി സംസാരത്തെ ദുഃഖമായിട്ട് അവതരിപ്പിക്കാം. ഞാന് താമസിച്ചു പോയി കയറാൻ. പഞ്ചമസ്കന്ധം 14-ാം അധ്യായം 36-ാമത്തെ ശ്ലോകമാണ് എടുത്തു തുടങ്ങിയത്. ഇപ്പൊ 37 എടുത്തു കഴിഞ്ഞു. പഞ്ചമസ്കന്ധം അധ്യായം 14, ഇനി 38 എടുക്കാൻ പോവാണ്. 36, 37 എടുത്തു. ശരി സാർ. ഏവം വിത്തവ്യതിശങ്ക വിവൃദ്ധ വൈരാനുബന്ധോ പൂർവവാസനയാമിതാം ഉദ്വഹത്യഥാപവഹതി. ഏവം വിത്ത വ്യതിശങ്ക വിവൃദ്ധ വൈരാനുബന്ധോപി പൂർവവാസനയാമിഥ ഉദ്വഹത്യഥാപവഹതി. ഏതസ്മിൻ സംസാരധ്വനി നാനാക്ലേശോപസർഗബാധിത ആപന്ന വിഭിന്നോ യത്രാം യസ്തമുഖ വാവേതരസ്തത്ര വിസർജ്യജാതം ജാതമുപാദായ ശോചൻ മുഖ്യൻ ബിഭ്യത്
വിവദൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായൻ അഹ്യമാന സാധു വർജിതോ നൈവാവർത്തതേദ്യാപി യഥാ ആരബ്ധേഷ നരലോകസാർത്ഥോയമധ്വന പാരം ഉപദിശന്തി. ഏതസ്മിൻ സംസാരാധ്വനി, ഈ സംസാരത്തിന്റെ മാർഗത്തിൽ, അധ്വനി മാർഗത്തിൽ, സംസാരത്തിന്റെ മാർഗത്തിനാണ് പ്രവൃത്തി മാർഗം എന്ന് വേദാന്തം പറയാം. സംസാരത്തിൽ നിന്നും പിന്തിരിഞ്ഞ് വിരക്തി നേടി മറ്റു ലോകങ്ങളിലേക്ക് യത്നിക്കുന്നവൻ നിവൃത്തി മാർഗത്തിലാണ്, മോക്ഷമാർഗത്തിലാണ്. ഇങ്ങനെയുള്ള ഏതസ്മിൻ സംസാര അധ്വനി, ഈ സംസാര വഴിയിൽ നാനാക്ലേശോപസർഗബാധിത, പലതരത്തിലുള്ള ക്ലേശങ്ങളാകുന്ന ഉപസർഗങ്ങളെ കൊണ്ട് ബാധിക്കപ്പെട്ടവനാ. പലതരത്തിലുള്ള ക്ലേശങ്ങളുടെ പീഡ, ഉപദ്രവം, ഉപസർഗം, അതുകൊണ്ട് ബാധിതനായി, പലതരത്തിലുള്ള ക്ലേശത്തിന്റെ പീഡ കൊണ്ട് ബാധിതനായി, ആപന്ന വിപന്നോ, ആപന്നനും വിപന്നനുമായിട്ട്, ആപത്തിലകപ്പെട്ടവനും വിപത്തിലകപ്പെട്ടവനും. ആപന്നൻ ദുഃഖത്തിലകപ്പെട്ടവനാണ്. വിപത്ത് ഏതെങ്കിലും തരത്തിലുള്ള നാശം, നഷ്ടത്തിലകപ്പെട്ടാണ് വിപത്ത്. വിപത്തിന് നാശം എന്നാണ് അർത്ഥം. അപ്പൊ ക്ലേശവും നാശവും അത് രണ്ടിലും അകപ്പെട്ടവനായിട്ട് ആപന്ന വിപന്നോ എത്ര, എവിടെയാണോ, യഹ യാതൊരുവൻ, തം ഊ ഹ വാവ, അത്രയും അവ്യയങ്ങളാണ്. തം ഊ ഹ വാവ കൂടി ചേരുമ്പോൾ എഫ് തമുഹ വാവ. തമുഹ എന്നൊരു വാക്കില്ല, ആ വാക്കിന് അർത്ഥം അഭിപ്രായ കിട്ടത്തുമില്ല, അത് പദച്ഛേദം ചെയ്യണം. തം ഊ ഹ, യഹ യാതൊരുവനാണോ, തം അതിനെ, ഉ എന്നുള്ളത് തീർച്ചയെ കാണിക്കാനുള്ള അവ്യയമാണ്. ഹായും അങ്ങനെ തന്നെയാണ്, ഉറപ്പ് കാണിക്കലാണ്. വാവ എന്നുള്ളതും അതിന്റെ തീർച്ചയെ കാണിക്കാനുള്ള 3 അവ്യയങ്ങൾ പ്രയോഗിച്ചതാണ്. യഹ തം ഊഹ വാവ ഇതരസ്തത്ര, വാവ ഇതരസ്തത്ര, വാവേതരസ്തത്ര, ഇതരഹ തത്ര വിസൃജ്യ, മറ്റുള്ളവർ അവിടെ വിസൃജ്യ ഉപേക്ഷിച്ചിട്ട്, ജാതം ജാതം ഉപദായ, ഉപാദായ ഉണ്ടായതിനെ സ്വീകരിച്ചിട്ട്, ജാതം ജാതം ഉപാദായ, ജാതമായതിനെ സ്വീകരിച്ചിട്ട്, അന്യൻ അവനെ ഉപേക്ഷിച്ചു പോകും. തം ഊഹ വാവ, അവനെ ഉപേക്ഷിക്ക തന്നെ ചെയ്യും, അത് കഷ്ടമാണ്. എത്ര യഹത്തം, ഇങ്ങനെ ആപത്തിലും വിപത്തിലും അകപ്പെട്ടിരിക്കുന്ന ഒരാളെ ബാക്കി എല്ലാവരും പതുക്കെ ഉപേക്ഷിക്കുക തന്നെയും, അത് തീർച്ചയാണ്, അത് കഷ്ടമാണ്. യസ്തമു ഹ വാവ ഇതരഹ, മറ്റുള്ളവനാണ് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട്, ജാതം ജാതം ഉപാദായ, എന്നിട്ട് ജനിച്ചവനെ എടുത്തിട്ട്, ജാതം ജാതം ഉപാദായ ശോചൻ, ദുഃഖിച്ചുകൊണ്ട്, മുഹ്യൻ മോഹിച്ചുകൊണ്ട്, ബിഭ്യത് ഭയന്നുകൊണ്ട്, വിവദൻ വിവാദം ഉണ്ടാക്കിക്കൊണ്ട്, ക്രന്ദൻ കരഞ്ഞുകൊണ്ട്, സംഹൃഷ്യൻ സന്തോഷിച്ചുകൊണ്ട്, ഗായൻ പാടിക്കൊണ്ട്, നഹ്യമാനഹ ബന്ധിക്കപ്പെട്ടവനായി. ഗായൻ നഹ്യമാനഹ കുടിച്ചുമ്പോൾ ഗായൻ നഹ്യമാന, പാടിക്കൊണ്ട് ബന്ധിക്കപ്പെട്ടവനായിട്ട്, സാധുവർജിതോ സജ്ജനങ്ങളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായിട്ട്, ന ഏവ ആവർത്തതേ അദ്യാപി, ഇപ്പോഴും തിരിച്ചു വരില്ല. നൈവാവർത്തതേ അദ്യാപി, അദ്യാപി ഇപ്പോഴും ന ആവർത്തതേ മടങ്ങിയെത്തില്ല. യതഃ എന്തെന്നാൽ, ആരബ്ധ ഏഷ നരലോകസാർത്ഥോ യം അധ്വന പാരം ഉപദിശന്തി. സാധുക്കൾ ഉപേക്ഷിക്കപ്പെട്ട ഈ നരകലോകത്തിൽ യതഃ ആരബ്ധ എവിടെ നിന്നും പുറപ്പെട്ടുവോ,
അവനെ അധ്വനപ്പാരം മാർഗത്തിന്റെ അപ്പുറത്തായിട്ട് ഉപദിശന്തി പറയുന്നുവോ അവനെ ഇപ്പോഴും മടങ്ങിയതില്ല, വഴിക്കപ്പുറത്താണ്. ഈ കാട്ടിൽ പ്രവേശിച്ച ഒരു സംഘം ആൾക്കാരുടെ ഒരു കഥ കാട്ടിലുണ്ടാവും. വഴി കിട്ടാനാവാതെ അവരെ വലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും. അതുപോലെ സംസാരത്തിലും ഉണ്ട് എന്നർത്ഥം. എന്താണ്? ആ സംസാരത്തിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, ആ ക്ലേശങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആപത്തിലോ വിപത്തിലോ അകപ്പെടും. അങ്ങനെ അകപ്പെട്ടു കഴിയുമ്പോൾ മറ്റുള്ളവർ നമ്മളെ വിട്ടുകളയും. അങ്ങനെ വിട്ടുകളയുമ്പോൾ എന്താണ്? നമ്മൾ ഉപേക്ഷിക്കും. നമ്മൾ ആപത്തിലകപ്പെട്ട് നാശത്തിലകപ്പെട്ട് നശിച്ചാൽ, മരിച്ചാൽ നമ്മളെ പിന്നെ ഉപേക്ഷിക്കപ്പെടും. അങ്ങനെ വിട്ടുകളഞ്ഞാൽ അവരെ എന്ത് ചെയ്യും? സംസ്കരിക്കും. പിന്നീട് ആപത്തിലകപ്പെട്ടവരെ വിട്ടുപോവുകയും ചെയ്യും, കൂടെ നിൽക്കില്ല. ഇങ്ങനെ ധാരാളം സമ്പത്തുകളോ സന്താനങ്ങളോ പതുക്കെ പതുക്കെ നമ്മളെ വിട്ടുപോകും. ഈ സമ്പത്തുകളോ സന്താനങ്ങളോ ഒക്കെ പിന്നെ ഉണ്ടായതിന് സ്വീകരിക്കും. പോയത് പോയി, വരുന്നു സ്വീകരിക്കും. മരിച്ചവരെ കുറിച്ച് ഖേദിക്കുന്നു. അതേപോലെ ആപത്തിലകപ്പെട്ടവരെ വിട്ടുപോകുന്നു. ഉണ്ടായ സമ്പത്തിനോ സന്താനങ്ങളെയോ സ്വീകരിക്കുന്നു. മരിച്ചവരെ കുറിച്ച് ഖേദിക്കുന്നു. ജനിച്ചിരിക്കുന്ന പുത്രന്മാർ തന്റെ സ്വന്തക്കാർ എന്നോർത്ത് മോഹിക്കുന്നു. ഇവർക്കും മരണമോ കഷ്ടമോ നേരിടുമെന്നോർത്ത് ഭയപ്പെടുന്നു. ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ പാട്ടുപാടും. എല്ലാം ഭഗവാന്റെ മായ കൊണ്ട് തന്റെ ചിത്രത്തിൽ ഏർപ്പെടാൻ ഒരു മനസ്സ് വരികയില്ല. അങ്ങനെ വന്നാൽ ഭക്തജനങ്ങളെ തന്നെ ആശ്രയിക്കില്ല. ഇങ്ങനെ ജനിച്ചും മരിച്ചും ചുറ്റിത്തിരിയുന്ന മനുഷ്യലോകമാകുന്ന സംസാരത്തിൽ ഒരു കച്ചവടക്കാരെ കാട്ടിൽ വഴി കിട്ടാതെ കറങ്ങി നടക്കുന്നത് പോലെ പുറപ്പെട്ട ദിക്കുവിടാന്നറിയില്ല, ഇനി എവിടെ ചെന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ യാതൊരു ഈശ്വരനിൽ നിന്നാണോ നമ്മൾ വന്നത്, ആ ഈശ്വരനാകുന്ന സംസാരത്തിന് മറുകരയെ എത്താൻ നമുക്ക് പറ്റില്ല. ഈശ്വരൻ തന്നെയാണ് സംസാര മാർഗത്തിന് മറുകര എന്ന് മഹാന്മാർ അതിന് ഉപദേശിച്ചു തരുന്നുണ്ട്. അതാണ് ഏതസ്മിൻ സംസാരാധ്വനി നാനാക്ലേശോപസർഗബാധിതനായിട്ട് ആപന്ന വിഭിന്നവും ആപത്തിനും വിപത്തിനും അകപ്പെട്ടവനായിട്ട് എത്ര യാതൊരിടത്താണോ യഹ യാതൊരുവൻ തം അവനെ വാവ ഇതരഹ തത്ര വിസൃജ്യ. അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ മഹാകഷ്ടം, അവനെ മറ്റുള്ളവർ ഉപേക്ഷിക്കും, ഇതിനെ കുറിച്ചിലും അല്ലെ സംസ്കരിക്കും, അങ്ങനെ അവനെ വിട്ടുകഴിക്കും. എന്നിട്ട് വരാൻ പോകുന്നതിനെ സ്വീകരിക്കും. വരാൻ പോകുന്ന പുത്രസമ്പത്തുകൾ സ്വീകരിക്കും. എന്നിട്ട് പോയതിനെ കുറിച്ച് ദുഃഖിക്കും, വന്നതിനെ കുറിച്ചും ദുഃഖിക്കും, അതിൽ മോഹിക്കും, അതിൽ പേടിയുണ്ടാകും, അതിൽ വിവാദം ഉണ്ടാകും, അതിനെക്കുറിച്ച് ഓർത്ത് കരയുന്നുണ്ടാകും, അതിനെ സംഹൃഷ്യൻ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കും, അതിനെക്കുറിച്ച് പാടും. അതേപോലെ അതിനെക്കുറിച്ച് എപ്പോഴും ബന്ധമുള്ളവനായിട്ട് തന്നെ തീരും. അങ്ങനെ വന്നാൽ സാധുക്കളൊക്കെ അവനെ ഉപേക്ഷിക്കും. ഒരിക്കലും തിരിച്ചു വരവില്ല, ആരംഭിച്ചത് തന്നെ. ഇതാണ് നരലോകമാകുന്ന കച്ചവടക്കാരുടെ അവസ്ഥ. വഴി കിട്ടാതെ അവന് നല്ല വഴിക്ക് ഉപദേശിച്ചു കൊടുത്ത് പറഞ്ഞിരിക്കുകയാണ് വേണ്ടത്. ഏതസ്മിൻ സംസാരാത്മനി നാനാക്ലേശോപസർഗബാധിതാം ആപന്ന വിപന്നോ യത്ര യസ്തമുഹ വാവ ഇതരസ്തത്ര വിസൃജാതം ജാതമുപാദായ ശോചൻ മുഹ്യൻ ബിഭ്യദ് വിവദൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായൻ അഹ്യമാന സാധുവർജിതോ നൈവാവർത്തതേദ്യാപി യദ ആരബ്ധേഷ നരലോകസാർത്ഥോയമർത്ഥനപ്പാരം കുതിസന്ധി. ഏതസ്മിൻ സംസാരാധ്വനി നാനാക്ലേശോപസർഗബാധിത ആപന്ന വിഭിന്നോ യത്ര യസ്തമുഖ പാവേതരസ്തത്ര വിസൃജ്യജാതം ജാതമുപാദായ ശോചൻ മുഹ്യൻ ബിഭ്യദ് വിവിധൻ ക്രന്ദൻ സംഹൃഷ്യൻ ഗായൻ നഹ്യമാന സാധുവർജിതോ നൈവ ആവർത്തതേ അദ്യാപി യദ ആരബ്ധേഷ നരലോകസാർത്ഥോയമർത്ഥനപ്പാരം പ്രതിസന്ധി. യദിദം യോഗാനുശാസനം നവ ഏതദ് അവരുദ്ധതേ യന്യസ്തദന്ത്രോ മുനേഹം ഉപശമശീല ഉപരതാത്മനഃ സമവഗച്ഛന്തി.
ഇനിയും ഇത് ഇതം യാതൊരു ഇതം ഇതിനെ യോഗാനുശാസനം, യാതൊരു യോഗാനുശാസനത്തെയാണോ നവ അല്ലെങ്കിൽ ഏതത് അവരുന്ധതേ, ഏതത് ഇതിനെ അവരുന്ധതേ അനുസരിക്കുന്നില്ല, പിന്തുടരുന്നില്ല. അവരുന്ധതേ യദിദം യോഗാനുശാസനം നവ ഏതത് അവരുന്ധ്യതേ യഹ ന്യസ്തദണ്ഡോ യന്യസ്തദണ്ഡോ യഹ ന്യസ്തദണ്ഡഃ യന്യസ്തദണ്ഡോ, ആരാണ് ദണ്ഡം ഉപേക്ഷിച്ചവനായിട്ട് ന്യസ്തദണ്ഡനായിട്ട്. കാരണം ശിക്ഷാവിധികൾ ദണ്ഡനം എന്ന് പറഞ്ഞ ശിക്ഷയാണ്. അങ്ങനെ ഈ ശിക്ഷയാകുന്ന ദണ്ഡത്തെ ഉപേക്ഷിച്ചവരായിട്ട് ന്യസ്തദണ്ഡോ മുനേഹ മുനിമാർ ഉപശമശീലാഹം, അവരെ ശാന്തിയെ പ്രാപിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ഉപരത ആത്മനഃ, തന്റെ അന്ധക്കരണ വൃത്തികൾ തന്നിൽ തന്നെ അടങ്ങിയവനായിട്ട് ഉപരതാത്മനഃ സം അവഗച്ഛതി, നന്നായി അറിയുന്നു. ഈ യോഗാനുശാസനത്തെ ആരാണോ അനുസരിക്കാതിരിക്കുന്നത്, ആരാണോ ന്യസ്തദണ്ഡന്മാരായത്, ഉപശമശീലന്മാരും ഉപരതാത്മാക്കളുമായ ആ മുനിമാർ ഇത് നന്നായിട്ട് അറിയുക തന്നെ ചെയ്യുന്നു. മുമ്പത്തെ പറഞ്ഞത് സംസാരത്തിന്റെ മറുകരയിൽ എത്താനാവാതെ കാട്ടിൽ യാത്രക്കാർ വഴിപിഴച്ചു പോയി കറങ്ങുന്ന പോലെ ഇവിടെ കറങ്ങിയേക്കാം. എന്തുകൊണ്ടാണ് ഈ സംസാരത്തിന്റെ മറുകരയിൽ എത്താതെ മനുഷ്യർ ഇവിടെ തന്നെ കറങ്ങാൻ കാരണം എന്നാണെങ്കിൽ ഭക്തിമാർഗത്തെ ആശ്രയിക്കാത്തത് കൊണ്ടാണ് ഈശ്വര ലാഭം ഉണ്ടാകാത്തത്. ധാരാളം ജനങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളായ പുണ്യങ്ങളുടെ സുഹൃതത്തിന്റെ പരിഭാഗം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാകൂ. എല്ലാവർക്കും ഭക്തി ഉണ്ടാവണമെന്നില്ല. അതിന് ജന്മസിദ്ധമായ വാസനയുണ്ടാവണം, ജന്മാന്തരമായിരിക്കുന്ന സത്കർമ്മങ്ങളുടെ ബാലൻസ് അനുഭവിക്കാനുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭക്തി ഉണ്ടാവൂ. പ്രാണികളെ ദ്രോഹിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ഈശ്വരന്റെ ആത്മഭാവത്തെ മനനം ചെയ്ത് ശാന്തി അഭ്യസിച്ച് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്മാക്കൾക്ക് ഈശ്വര പ്രസാദം അനായാസമാണ്. ഈ അവസ്ഥ കിട്ടുന്നത് വരെ പുണ്യകർമ്മങ്ങൾ പാകപ്പെടുത്തി അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം എന്ന് ഈ മനുഷ്യ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി കാണിച്ചിരിക്കുക. നമ്മളിപ്പോ നേരിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ അന്നേ വേദവ്യാസനെല്ലാം എഴുതി വെച്ചിട്ടും ഇന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല. ഒറ്റ മാറ്റം അന്നേ ഇതെല്ലാം അക്ഷരം പ്രതി ബോധ്യപ്പെടുത്തി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാരെങ്കിലും വായിച്ചാൽ അറിയുന്നു. അല്ല, അപ്പൊ അന്നത്തെ കാലത്തും ഇത് തന്നെ ആയിരുന്നായിരിക്കുമല്ലോ നടക്കുന്നത് ലോകത്ത്. തീർച്ചയായിട്ടും. കാരണം ഏത് കാലത്തും മനുഷ്യർ ഒരേ തരത്തിൽ തന്നെ ഒരു മാറ്റവും ഇല്ല. അത് മനുഷ്യന്റെ ജന്മസിദ്ധമായ പ്രകൃതി അത് തന്നെയാണ്. ഈ പശ്ചാത്തലങ്ങൾക്കൊക്കെ ചെറിയ മാറ്റം വന്നു എന്നുള്ള അല്ലാതെ അവിടെ മാറ്റം വരുത്താൻ പറ്റും, അല്ലാതെ ഒന്നും മാറാൻ പറ്റില്ല. ആ മനുഷ്യന്റെ ആ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാലത്തും ഒരേപോലെയാണ് നടക്കുന്നത്. ഈ കാമക്രോധ ലോഭാദികൾ അന്നും ഉണ്ട്, ഇന്നുണ്ട്, എന്നും ഉണ്ടാവും. ഭയങ്കര അതുപോലില്ലല്ലോ. അല്ല, ഇതൊക്കെ ഒരു ഉപമ പോലെ തോന്നുന്നു ഇത് കേട്ടിട്ട്. ഈ നാടോടികളായ കച്ചവട സംഘങ്ങള് ജനിച്ചും മരിച്ചും മരിച്ചവരെ അവിടെ ഇവിടെ ഉപേക്ഷിച്ചും ജനിച്ചത് പിന്നെ കൂട്ടിച്ചേർത്തും ഇങ്ങനെ മുന്നേറുന്ന ഒരു കച്ചവട സംഘം പോലെയാണ് സത്യത്തിൽ മനുഷ്യ ജീവിതം, അല്ലേ? ഈ സംസാര ജീവിതം അങ്ങനെ തന്നെയാണ്. ശത്രുക്കളുമായിട്ട് പോലും വിവാഹം ഉണ്ടാകും,
അല്ല അത് അല്ല ടീച്ചർ പറഞ്ഞല്ലോ അത് കാണുമ്പോ നമുക്ക് തോന്നും ആ യോ കഷ്ടം ഇവരിങ്ങനെ. പക്ഷെ ആ നമ്മുടെ അതെ, കാര്യം ഇതുപോലെ സത്യത്തിൽ തന്നെ. നമ്മൾ ഒരു വ്യത്യാസം വാസ്തവത്തില് അത് അതുപോലെ സ്വയം ഉള്ളൂ. അറിയുന്നില്ല. ഒരു വ്യത്യാസവും ഇല്ല. അത് എത്ര 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 മനോഹരമായിട്ടാ വേദവ്യാസൻ അങ്ങനെ അതേസമയം സുന്ദരമായിട്ടത്. അതേസമയം ഒറ്റപ്പെട്ട് അവധൂതന്മാരായി സഞ്ചരിക്കുന്നവരുണ്ട്. അവര് അവര് മാത്രം ലക്ഷ്യത്തിലെത്തും. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അതെ അവര് അല്ലേ? മറ്റൊന്നും കണ്ട അതിലേക്ക് നോക്കത്തേ ഇല്ലല്ലോ. ആ, അതെ അതെ. അവർ ലക്ഷ്യത്തിലെത്തുന്നു. അതെ അതെ അതെ. മനോഹരമായ അതെ അതെ യദിദം യോഗാനുശാസനം നവ യദവരുദ്ധതേ യന്യസ്തദന്തോ മുനേഹ ഉപശമശീലാഹ ഉപരതാത്മാനഃ സമവഗച്ഛന്തി. അവരെന്ത് ചെയ്യുന്നു? ഇതിനെ സത്യം ശാന്തിയെ അഭ്യസിച്ച് ഈശ്വരത്തെ മന്നം ചെയ്ത് ഇന്ദ്രിയങ്ങളെ വിഷയത്തിൽ നോക്കി മാറ്റിയെടുത്ത മഹാത്മാക്കൾ ഈശ്വരനെ അറിയുന്നു. ഈ അവസ്ഥ സിദ്ധിക്കുന്നത് വരെ അത് അവരുടെ പുണ്യ കർമ്മത്തിന്റെ പരിഭാഗം കൊണ്ടാണ്. സാധാരണക്കാരെ ഭക്തിമാർഗത്തെ അവലംബിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈശ്വര ലാഭം ഉണ്ടാകുമെന്ന് കരുതും. പക്ഷെ അതൊന്നും ഉണ്ടാവില്ല. അപ്പോഴേ അത് പോകും. ബഹുജന്മ സുഹൃതം കൊണ്ട് മാത്രമേ ഭക്തി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. പ്രാണിദ്രോഹത്തെ ഉപേക്ഷിച്ചും ഇങ്ങനെയുള്ള സത്കർമ്മങ്ങൾ ചെയ്തു പോകുന്ന ശാന്തി അഭ്യസിക്കുന്നവർക്ക് മുനിമാർക്ക് അനായാസമായും ഈ അവസ്ഥ സമവഗച്ഛന്തി എത്തിച്ചേരും കിട്ടും. അന്നുമുണ്ട് ഇന്നുമുണ്ട്. രണ്ടു കൂട്ടരുണ്ട്. യദിദം യോഗാനുശാസനം നവാം യദവരുന്ധതേ യന്യസ്തദണ്ഡാമുനേഹ ഉപശമശീലാ ഉപരതാത്മാന സമവഗച്ഛന്തി യദപി ദിഗ്വിഭജയിനോ യജ്വിനോ യേ വൈ രാജർഷയ കിന്തു പരമർത്ഥേ ശയീരന് അസ്യാമേവ മമേയമിതി കൃതവൈരാനുബന്ധായം വിസൃജ്യ സ്വയമുപസംഹൃതാഹം. ദിഗ്വിഭജയിനഃ ദിക്കുകളാകുന്ന ആനകളെ ജയിച്ചവൻ. ഇഭം ആന. ദിഗ് ഇഭം ദിഗ്ഇഭങ്ങൾ ദിഗ്ദന്തികൾ ദിക്കുള്ള ആനകൾ അവരെ ജയിച്ചവർ. ദിഗ്വിഭജയിനഃ യജ്വിനഃ യാഗം നടത്തിയവർ. ദിഗ്ഗജങ്ങളെ ജയിച്ചവരും യാഗം നടത്തിയവരുമായ ഏ വൈ രാജർഷയ യാതൊരു രാജർഷികളാണോ ഉള്ളത്. കിന്തു പരം അവര് പരം മൃധേ ശൈരന് അസ്യാമേവ മമ ഇയമിതി കൃതവൈരാനുബന്ധായം വിസൃജ്യ സ്വയം ഉപസംഹൃതാഃ. അവര് പാരം എന്ന് വെച്ചാൽ മറുകരയാണ്. പരം അതിന്റെ അപ്പുറത്തുള്ള മറുകരയിലേക്ക് ഗച്ഛന്തി എത്തുന്നു. കിന്തു പിന്നെ എന്ത് ചെയ്യുന്നു എന്നാണെങ്കിൽ ഈ ഭൂമി മമ എന്നും എൻ്റെ എന്നുള്ളൂ. മമേയം ഇതി ഇതെന്റേതാണ് എന്ന് കൃതവൈരാനുബന്ധായാം വൈരബന്ധത്തിന്റെ തുടർച്ചയ്ക്ക് കാരണമായിട്ട് വരുന്നത് വിസൃജ്യ ഉപേക്ഷിച്ചിട്ട് അസ്യാമേവ വിസൃജ്യ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് സ്വയം ഉപസംഹൃതാഹ തങ്ങൾ ഉപസംഹരിക്കപ്പെട്ടവരാണ്, നശിച്ചു കഴിഞ്ഞവരാണെന്ന് മൃധേ യുദ്ധസ്ഥലത്തിൽ ശൈരൻ ശയിക്ക തന്നെ ചെയ്തു. ദിഗ്ഗജങ്ങളെ ജയിച്ചവരോ യാഗാദികളായ കർമ്മങ്ങൾ വേണ്ട വിധം അനുഷ്ഠിച്ചവരോ ആയ രാജർഷികൾ. ഒന്ന് ഭൗതിക ബലം, ഒന്ന് ആത്മീയ ബലം. ഇത് രണ്ടും നേടിയവരായ രാജാക്കന്മാരും ഋഷിമാരും കൂടി ചെയ്തതാണ് രാജർഷിമാർ. രാജാക്കന്മാർക്ക് വേണ്ട വിധത്തിലുള്ള ദിഗ്ഗജങ്ങളെ ജയിക്കാനുള്ള കരുത്തുണ്ട്. യജ്വാക്കൾക്ക് യാഗം നടത്താനുള്ള ഒരു കരുത്തുണ്ട്, ശക്തിയുണ്ട്. അങ്ങനെയുള്ള യാതൊരു രാജർഷികളാണോ ഉള്ളത് അവരും അപ്പുറത്ത് കടക്കാൻ പ്രാപ്തരാകുന്നില്ല. എന്തെന്നാൽ ഈ ഭൂമി എന്റേതാണ് എന്നിങ്ങനെ സ്വയമേവ
ആ ഭൂമിയുമായുള്ള വൈരബന്ധത്തിന്റെ തുടർച്ചയ്ക്ക് കാരണമായിരിക്കുന്ന ഈ ബന്ധത്തെ, ഭൂമിയുമായുള്ള ബന്ധത്തെ ഉപേക്ഷിച്ചിട്ട് തങ്ങൾ സ്വയം വധിക്കപ്പെട്ടവരായിട്ട് തീരും. യുദ്ധത്തിൽ വെച്ച് അവിടെ തന്നെ കിടക്കും. സംസാരത്തിന്റെ മറുകരയിൽ എത്തില്ല. ദിഗ്ഗജങ്ങളെ ജയിച്ചവരും യാഗാദികളായ കർമ്മങ്ങളും വേണ്ടവിധം അനുഷ്ഠിച്ചവരായ രാജർഷിമാർ പോലും സംസാരത്തിന്റെ മറുകരയിലേക്ക് അവരെത്തുന്നില്ല. യഥപി ദിഗ്വിഭജയിനോ യജ്ഞിനോ ഏ വൈ രാജർഷേഹ കെന്തു പരം, അവരും അവിടേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇതെല്ലാം എന്റേതാണ് എന്നുള്ള ചിന്ത കൊണ്ട് മത്സരിച്ചുകൊണ്ട് ഭൂമിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണ് രാജാക്കന്മാർ. ഒരിഞ്ച് ഭൂമിക്ക് വേണ്ടി രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യും, മത്സരിച്ച് യുദ്ധം ചെയ്യും. യുദ്ധത്തിൽ ഞങ്ങളുടെ കഴിവ് മുഴുവൻ കാണിക്കണം എന്ന് ചെയ്യും. യുദ്ധം എന്നങ്ങനെയാണ്. യുദ്ധം ഒരു ആനന്ദമാണ്. ആർക്ക്? യോദ്ധാക്കൾ സന്തോഷമാണ്. തങ്ങളുടെ എല്ലാ കഴിവും പ്രകടമാക്കാനുള്ള ഒരു വേദിയാണ് ഇവിടം. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ഭൂമിയെ എന്ത് ചെയ്യും? യുദ്ധഭൂമിയിൽ വെച്ച് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ശത്രുക്കളുടെ ആയുധമായിട്ട് കൊല്ലപ്പെടും. അവർ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നവരല്ലാതെ അതിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പരിശ്രമിക്കില്ല. ഇതുപോലെയാണ് ഇവിടെ രാജാക്കന്മാരും ഋഷിമാരും ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മവുമായി മമതാബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കാനാവാതെ സംസാര വഴിയിൽ വീണ്ടും വീണ്ടും കറങ്ങി ഇതെല്ലാം എന്റേതാണ് എന്റേതാണ് എന്ന് ഓരോ വസ്തുക്കളിലും ഒരു അനുബന്ധമായ ബന്ധമുണ്ടാക്കിയിട്ട് പതുക്കെ പതുക്കെ യുദ്ധഭൂമിയിൽ വെച്ച് ആയുധബാധയേറ്റ് വീണുപോകും, രോഗം കൊണ്ട് വീണുപോകും, അല്ലെങ്കിൽ പെട്ടെന്ന് തളർന്നു താഴെ വീണു, പത്രം വായിച്ചുകൊണ്ടിരിക്കുക ബോധം കെട്ട് താഴെ വീണു മരിച്ചു. ഇന്നിങ്ങനെ അനേക തരത്തിലുള്ള വാർത്തകൾ കേട്ടിട്ട് അവിടുന്നൊക്കെ ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിൽ സ്വയം ഉപസംഹരിക്കപ്പെട്ടേക്കാം. യഥാഗപി ദിഗ്വിഭജയിനോ യജ്ഞിനോ ഏ വൈ രാജർഷയഃ കിന്തു പരം മൃഥീശൈരൻ അസ്യാമേവ മമേയമിതി കൃതവൈരാനുബന്ധായാം വിസൃജ്യ സ്വയം ഉപസംഹൃതാഃ. യദപി ദിഗ്വിഭജയിനോ യജ്ഞിനോ ഏ വൈ രാജർഷയ കിന്തു പരം മൃഥീശൈരൻ അസ്യാമേവ മമേയമിതി കൃതവൈരാനുബന്ധായാം വിസൃജ്യ സ്വയം ഉപസംഹൃതാഃ. കർമ്മവല്ലീമവലംബ്യാം തഥാ ആപദ കഥഞ്ചിന്നരകാത് വിമുക്ത പുനരപ്യേവം സംസാരാർത്ഥി വർത്തമാനോ നരലോകസാർത്ഥമുപയാതി ഏവം ഉപരിഗതോപി. കർമ്മവല്ലീം അവലംബ്യ, കർമ്മമാകുന്ന വള്ളിയെ ആശ്രയിച്ച്, വല്ലിച്ച വള്ളി, കർമ്മബന്ധമാകുന്ന വള്ളിയെ അവലംബിച്ചിട്ട് തതഃ അനന്തരം ആപദഃ കഥഞ്ചിൻ നരകാത്, ആപദഃ ആപത്തിൽ നിന്നോ, പഞ്ചമിയാണ് ആപദഃ ആപത്തിൽ നിന്നോ, കഥഞ്ചിൻ നരകാത് ഏതെങ്കിലും തരത്തിലുള്ള നരകത്തിൽ നിന്നോ, കഥഞ്ചിൻ വിമുക്ത ഒരു കണക്കിന് രക്ഷപ്പെട്ടു തീർന്നാൽ, കർമ്മവല്ലിയെ ആശ്രയിച്ചിട്ട് ആപത്തിൽ നിന്നും ഏതെങ്കിലും അല്ലെങ്കിൽ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും വിമുക്തനായാൽ പുനരഭിയേവം സംസാരാർത്ഥിനി വർത്തമാനം, വീണ്ടും സംസാരമാകുന്ന പ്രവൃത്തി മാർഗത്തിൽ ഏർപ്പെട്ടവനായിട്ട് നരലോകസാർത്ഥമുപയാതി, മനുഷ്യ സമൂഹത്തിലേക്ക്, സ്വാർത്ഥത്തിന് കച്ചവടക്കാരുടെ അർത്ഥമുണ്ട്, മനുഷ്യലോകമാകുന്ന കച്ചവട സംഘത്തെ ഉപയാതി പ്രാപിക്കും. നരലോകം സ്വാർത്ഥം ഉപയാതി ഏവം ഉപരിഗതവും, ഈ സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് പോകാനും ആഗ്രഹിക്കും. ഉപരിഗതോപി മുകളിലേക്ക് ഗമിക്കുന്നവനാകും. കാട്ടിൽ വള്ളികളെ ആശ്രയിച്ച് ഉപജീവിക്കുന്നു എന്നുള്ളത് പറഞ്ഞ ഒരു വർണ്ണനയാണ്.
ഈ സംസാര ലോക ജീവിതത്തിൽ കർമ്മമാകുന്ന വള്ളിയെ ആശ്രയിക്കും. കാട്ടിൽ വെറും വള്ളിയാണെങ്കിൽ ഭൗതിക ലോക ജീവിതത്തിൽ കർമ്മമാകുന്ന വള്ളിയെ അവലംബിച്ച് അങ്ങനെ കർമ്മമാകുന്ന വള്ളിയിൽ അകപ്പെട്ടാൽ ഏതെങ്കിലും തരത്തിൽ ആപത്തുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരം നരകം അനുഭവിക്കേണ്ടി വന്നേക്കാം. അതിൽ നിന്നും ഒരു കണക്കിന് പിന്തിരിയപ്പെട്ടാൽ ആപത്തിനെ പരിഹരിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് പോയിട്ട് അതിൽ നിന്ന് ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുന്നവരോ ഉണ്ടേക്കാം. അവരെ സംസാര മാർഗത്തിൽ വീണ്ടും വന്ന് ഏർപ്പെടും. ഇവിടെയുള്ള മനുഷ്യക്കൂട്ടങ്ങൾ കച്ചവടക്കാരായ മനുഷ്യർ കൂടിച്ചേരും. അങ്ങനെ കൂടിച്ചേർന്നിട്ട് അവർ പതുക്കെ ഉപരിലോകങ്ങളിലേക്ക് ഏതെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലമായ ഭുവസ്വ എന്ന് പറയുന്ന മുകളിലേക്കുള്ള പുണ്യലോകങ്ങളിലേക്ക് അനുഭവിച്ചിട്ട് ബാക്കിയുള്ള പ്രാരബ്ധ കർമ്മം കൊണ്ട് മനുഷ്യലോകത്ത് തന്നെ പിന്നെയും ഇരിക്കാം. സംസാരത്തിന്റെ നാശം ഉപരതി അവിടെ ഉണ്ടാവുന്നില്ല. പ്രാരബ്ധ കർമ്മങ്ങളുടെ വാസന അനുസരിച്ച് കർമ്മമാർഗത്തിൽ കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊരു പരമ്പരയാണ്, അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കർമ്മവല്ലിയെ അവലംബിച്ചാലും ഈ സംസാര ജീവിതത്തിന്റെ മാർഗത്തിൽ കൂടി പോകേണ്ടി വരും. കർമ്മവല്ലിയും അവലംബ്യാതത ആപത കഥഞ്ചൻ നരകാദ്വിമുക്ത പുനരപ്യേവം സംസാരാർത്ഥനി വർത്തമാനവും നരലോകഫാർത്ഥമുപയാതി ഏവം ഉപരിഗതോപി. കർമ്മവല്ലിയും അവലംബ്യാതത ആപത കഥഞ്ചൻ നരകാദ്വിമുക്ത പുനരപ്യേവം സംസാരാർത്ഥനി വർത്തമാനോ നരലോകഫാർത്ഥമുപയാതി ഏവം ഉപരിഗതോപി. ഇനിയും അവിടെ അകപ്പെട്ടാൽ ഇങ്ങനെ സംസാര ലോക ജീവിതത്തിൽ അകപ്പെട്ടാൽ അതിൻ്റെ മാഹാത്മ്യത്തെ പൂർവന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. അതും കൂടി കാണിച്ചു തരിക. പൂർവികന്മാർ ഇങ്ങനെ കീർത്തിക്കുന്നു: ഋഷഭന്റെ മഹാത്മാവായ രാജർഷിയുടെ മാർഗത്തെ മറ്റുള്ള ഒരു രാജാവിനും പിന്തുടരാൻ പറ്റത്തില്ല. ഗരുഡന്റെ മാർഗത്തെ ഈച്ചകൾ എന്ന പോലെയാണ്. അഥവാ പിന്തുടർന്നാൽ മനസ്സുകൊണ്ടുപോലും അതിനെ പിന്തുടർന്ന് പോകാൻ സാധിക്കില്ല. ആഷ്ടഭ്യേഹ രാജർഷേർ മനസാഭിമഹാത്മന നാനുവർമാർഹതി നിർവോ മക്ഷികേവ ഗരുന്മതഹാം. ആഷ്ടഭ്യ ഇഹ, ആഷ്ടഭൻ ഋഷഭന്റെ പുത്രൻ ഭരതൻ. ആഷ്ടഭ്യ ഭരതന് ഇഹ ഇവിടെ രാജർഷേഹേ, രാജാവായിരുന്നാലും ഋഷിയായിരുന്നാലും ഋഷിക്ക് തുല്യം രാജാവായിട്ടിരുന്നാലും മനസാപി മഹാത്മന, മനസ്സുകൊണ്ടുപോലും മഹാത്മാക്കളെ വഴിയെ അനുവർത്തുമാ അർഹതി, അനുവർത്തുമാവായിട്ട് കൂടെ സഞ്ചരിക്കുന്ന വഴിയായിട്ട് അർഹതി പോകാൻ പറ്റുന്നില്ല, കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. നാൻ വർത്തമാ അർഹതി നിർവോ ഏതുപോലെ മക്ഷികായവ ഗരുത്മത, ഗരുത്മാൻ ഗരുഡൻ, ഗരുത്ത എന്ന് വെച്ചാൽ ചിറകനാഥ്. അതുകൊണ്ടാണ് ഗരുഡന് ചിറകുകൊണ്ട് മുകളിലേക്ക് പറന്നുകൊണ്ടാണ് ഗരുഡൻ എന്ന് പേര് കിട്ടുന്നത്. അപ്പം ഗരുത്മത മക്ഷികായവ, ഗരുഡൻ പറക്കുന്നത് കണ്ട് ഈച്ചകൾ പറക്കാൻ പോകുന്നത് പോലെ അപമാനകരമായി തീരും. മനസ്സുകൊണ്ട് മാത്രം അനുഗമിക്കാൻ അവർക്ക് അർഹതയില്ല. ഭരതന്റെ ഈ വചനത്തെ ആർഷഭസ്യ രാജർഷേഹേ, ഈ വചനത്തെ വ്യാഖ്യാനിച്ചതിന് ശേഷം അദ്ദേഹത്തിന് മഹാത്മ്യം പൂർവികനാണ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് കാണിക്കുകയാണ്. ഋഷഭപുത്രനും മഹാത്മാവുമായ രാജർഷിയുടെ മാർഗത്തെ ആർഷഭസ്യേഹ രാജർഷേഹേ മഹാത്മനഃ മനസാഭിധാനുവർത്തമാർഹതി, മനസ്സുകൊണ്ടുപോലും എന്താണ് കൂടെ സഞ്ചരിക്കാൻ ആവില്ല.
മറ്റൊരു രാജാക്കന്മാർക്കും ഈ മഹാത്മാവായ രാജർഷിയുടെ മാർഗത്തെ പിന്തുടരാൻ പറ്റില്ല. ഏതുപോലെയാണ് ഗരുഡന്റെ മാർഗത്തെ ഈച്ചകൾക്ക് എന്ന പോലെ. ആർഷഭസ്യേഹരാജർഷരമനഫാവിമഹാത്മനാം നാനുവർമാർഹതിനപോ മക്ഷിയേവ ഗുരുന്മതഹാം. ആർഷഭസ്യേഹരാജർഷരമനഫാവിമഹാത്മനാം നാനുവർത്തുമാർഹതിനപോ മക്ഷിയേവ ഗരുഡധ്വജാം. യോ ദുസ്തിജൻ ദാരഫുതൻ സുഹൃദ്രാജ്യം ഹൃദുസ്പൃശാം യഹൗ യുവൈവ മലവതുത്തമ ശ്ലോകലാലഫാം. യോ ആരാണോ ദുസ്ത്യജാൻ ത്യജിക്കാൻ വിഷമമുള്ള, ദുസ്ത്യജാൻ ദാരഫുത ഭാര്യാസുഖത്ത് അത് ഉപേക്ഷിക്കാൻ മനസ്സ് വരാത്തതുകൊണ്ടാണ് അന്തിമകാലം വരെയും ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. അതുകൊണ്ടാണ് വിരക്തി ഉണ്ടാവില്ല. അതിന് കാലഘട്ടമൊക്കെ ഉണ്ട്. അത് അന്നേരം അനുഭവിക്കൽ മാത്രമേ അതിന് വേണ്ടൂ. ദുസ്ത്യജങ്ങളായ ദാരഫുതാൻ ഭാര്യയെയും പുത്രന്മാരെയും സുഹൃത്തുക്കളെയും രാജ്യം ഹൃദുസ്പൃശ രാജ്യത്തെയും ഹൃദുസ്പൃശ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഈ ഭാര്യയെയും പുത്രന്മാരെയും സുഹൃത്തുക്കളെയും രാജ്യത്തെയും ജഹൗ ഉപേക്ഷിക്കുന്നു. ജഹൗ ഉപേക്ഷിക്കുന്നു. യുവായേവ യൗവനാവസ്ഥയിൽ തന്നെ ഉത്തമ ശ്ലോകലാലഫ ഉത്തമ ശ്ലോകനായ ഭഗവാനിൽ പ്രീതിയുണ്ടായിട്ട് മലവജ്ജഹവും മലം പോലെ ഉപേക്ഷിക്കും. മലം അശുദ്ധ വസ്തുവാണ്. അതിനെ ഉപേക്ഷിക്കാൻ മനുഷ്യരൊക്കെ തയ്യാറാണ്. ഉപേക്ഷിച്ചേ പറ്റൂ. എല്ലാ ദിവസവും ഈ മലം എന്ത് ചെയ്യണം? വിസർജിച്ച് കളയണം, ഉപേക്ഷിച്ച് കളയും. ഇതുപോലെയാണ് യൗവനാവസ്ഥയിൽ തന്നെ ഈ അശുദ്ധ പദാർത്ഥങ്ങളൊക്കെ ആരാണ് ഉപേക്ഷിക്കുന്നുവോ അവരെ രാജർഷിയുടെ മാർഗാനുസരണം മറ്റുള്ളവർക്ക് എത്തിച്ചേരാൻ പറ്റിക്കുന്ന വഴി അല്ല എന്നർത്ഥം. അന്യന്മാർക്ക് ഉപേക്ഷിക്കാൻ പ്രയാസമേറിയതാണ് ഭാര്യ, പുത്രന്മാർ, സുഹൃത്തുക്കൾ, രാജ്യം, ധനം. ഇതൊക്കെ ഉപേക്ഷിക്കാൻ വിഷമമായതുകൊണ്ട് അതിനെ കൊണ്ടു നടക്കും. ഇതൊക്കെ അനുഭവിച്ച് ഉപേക്ഷിക്കേണ്ടതാണ്. ഏതുപോലെ? മലം പോലെ. പക്ഷെ അതിനെ ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കും തോറും അത് ദ്രവിച്ച് അത് ദുഷ്ടതയായി തീർന്ന് അതിൽ നിന്ന് ദുർഗന്ധമുണ്ടായി കുറേ ക്ലേശങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിനെയൊക്കെ മാറ്റി നിർത്തേണ്ട സമയത്ത് അതിനുള്ള ആസക്തി കുറഞ്ഞ് മാറി തന്നെ നിൽക്കണം. രാജാക്കന്മാർ, പുത്രന്മാർ, രാജ്യം, സുഹൃത്തുക്കൾ ഇതൊക്കെ ഇവരെ ഹൃദയസ്പർശികളാണ്. പക്ഷെ അവരെയൊക്കെ എന്ത് ചെയ്യണം? ചെറുപ്പത്തിൽ തന്നെ മലവിസർജനം ചെയ്യുന്ന പോലെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അതിനെന്ത് ചെയ്യണം? ഭഗവാനിൽ പ്രീതിയുണ്ടെങ്കിൽ മാത്രമേ ഉപേക്ഷിക്കൂ. അല്ലേ പറ്റില്ല. ഉത്തമ ശ്ലോക ലാലസനായ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഭൗതികതയെ തിരിഞ്ഞു നടക്കുന്ന ഒരാൾക്ക് ഇത് പറ്റില്ല. അതുകൊണ്ട് മനുഷ്യർ ഭൗതിക ലാഭത്തിൽ അകപ്പെട്ടിരുന്നവർ പതുക്കെ പതുക്കെ അതിൽ നിന്നും പിന്തിരിഞ്ഞ് മറുകരയ്ക്കുള്ള വഴിയിലേക്ക് പോകേണ്ടതാണ്. യോ ദുസ്ത്യജന്താരഫുതൻ സുഹൃദ്രാജ്യം ഹൃദുസ്പൃശാം യഹൗ യുവൈവം മലവത്തതുത്തമ ശ്ലോകലാലഫാം. യോ ദുസ്ത്യജന്താരഫുതൻ സുഹൃദ്രാജ്യം ഹൃദുസ്പൃശാം യഹൗ യുവൈവം മലവത് ഉത്തമ ശ്ലോകലാലഫാം. യോ ദുസ്ത്യജൻ ക്ഷിതിഫുതഫുജനാർത്ഥധാരാൻ പ്രാർത്ഥ്യാം ശ്രിയം ഫുരവരേ ഫതയാവലോകം നൈച്ഛൻ നപസ്തദുചിതം മഹദം മധുദ്വിക്ഷ് ദേവാനുരക്തമനഫാം അഭഗോപി ഫൽഗൂ. യോ ആരാണ് ദുസ്ത്യജൻ ത്യജിക്കാൻ വിഷമമുള്ള, ക്ഷിതി ഫുത ഫുജന അർദ്ധ ധാരാൻ. ക്ഷിതി ഭൂമി, ഫുതൻ പുത്രൻ, ഫുജനങ്ങൾ ബന്ധുക്കൾ, അർത്ഥം ധനം, ധാരങ്ങൾ പത്നി. ക്ഷിതി ഫുത ഫുജന അർത്ഥധാരാൻ അതൊക്കെ ദുസ്ത്യജങ്ങളാണ്. ത്യജിക്കാൻ വിഷമമുള്ളതാണ്. പറ്റില്ല എന്നില്ല, വിഷമമുണ്ടെന്നേ ഉള്ളൂ.
അത്യജങ്ങളല്ല, ദുസ്ത്യജങ്ങൾ. അവകളെ പ്രാർത്ഥ്യാം ശ്രിയം ഫുരവരേ ഫതയാവലോകാം. പ്രാർത്ഥ്യാം ശ്രിയം, പ്രാർത്ഥിപ്പാൻ യോഗ്യമായത്. ആരാൽ? ഫുരവരൈഹി പ്രാർത്ഥ്യാം, ദേവശ്രേഷ്ഠന്മാരാൽ പ്രാർത്ഥിക്കപ്പെടാൻ യോഗ്യമായ ഫദയാവലോകാഹ, ദയോടുകൂടി നോക്കാൻ പറ്റുന്ന ഫദയ അവലോകാം, അങ്ങനെയുള്ള ശ്രിയം ഐശ്വര്യത്തെ ഐച്ഛത്, ആഗ്രഹിക്കുന്നില്ല. നൈച്ഛത് നൃപസ്തദുചിതം മഹതാം മധുദ്ദുഷ്. തദുചിതം, അതിയുക്തമാണ്. എന്താ കാരണം? മധുദ്വേഷിയായ, ഭഗവാന്റെ സേവയിൽ താല്പര്യമുള്ള മനസ്സോടു കൂടിയ മഹാന്മാക്കൾക്ക് മധുദ്വത് സേവാനുരക്ത മനസാം അഭവോപി ഫൽഗു. അഭവഃ അപി, മോക്ഷവും ഫൽഗുവാണ്, തുച്ഛമാണ്. അഭവം ഭവിക്കാതിരിക്കൽ, വീണ്ടും ജനിക്കാതിരിക്കലാണ് അഭവം. അത് മോക്ഷം തന്നെയാണ്. അതുകൊണ്ട് അഭവ ശബ്ദത്തിനുള്ള മോക്ഷം എന്നർത്ഥം പറയുക. ആർക്കും നമുക്ക് ഉപേക്ഷിക്കാൻ വിഷമമുള്ളതാണ് വീട്, വീട്ടിലെ ഉപകരണങ്ങൾ, ഭാര്യ, ഭർത്താവ്, വാഹനം. രാജാക്കന്മാർക്കാണെങ്കിൽ രാജ്യം, മന്ത്രിമാരെ, ഭൂമി, സ്വജനങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിക്കാൻ വിഷമമുള്ളതാണ്. ഇവരെയും അദ്ദേഹത്തിന്റെ ദയ എന്നിലുണ്ടാകണം എന്ന് സദയാവലോകാം ഫുരവരെ പ്രാർത്ഥ്യാം ശ്രിയം, കാരുണ്യത്തോടുകൂടി ദയോടുകൂടി അവലോകനം ചെയ്യുന്ന, നോക്കുന്ന പരിജനങ്ങൾ, അവര് കാരണഭൂതരായിട്ട് ദേവന്മാരെ കൂടി പ്രാർത്ഥിക്കാൻ യോഗ്യമായ ഐശ്വര്യത്തെയും രാജാവുമൊക്കെ പോലും കാക്ഷിക്കാത്ത ഏറ്റവും ഉചിതമായ ഈ സംസാര ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഭഗവാന്റെ പാദപത്മത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സോടുകൂടിയ മഹാത്മാക്കൾക്ക് മോക്ഷവും കൂടി നിസ്സാരമാണ്. ഏറ്റവും വലുത് മോക്ഷമാണെന്ന് ഈ മഹാത്മാക്കൾ കരുതുന്നില്ല. നൈച്ഛൻ നൃപസ്തദുചിതം മഹതാം മധുദ്വത് സേവാനുരക്ത മനസാ അഭവോപി ഫൽഗു. അഭവം പോലും, ഈ മോക്ഷം പോലും ഫൽഗുഹു, തുച്ഛമാണ്, നിസ്സാരമാണ്. മോക്ഷത്തെ കൂടി നിസ്സാരമാണെന്ന് കാണും ആര്? മഹാത്മാക്കൾ. ഏത് മഹാത്മാക്കൾ? ഭഗവാന്റെ പാദപത്മത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന മഹാത്മാക്കൾ. മധുദ്വത് സേവാനുരക്ത മനസാം മഹതാം അഭവോപി ഭൽഗു. അവർക്ക് ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഭഗവാനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഭൗതികമായ മറ്റെന്തും നിസ്സാരമാണ്, ഫൽഗുവാണ്, നിന്ദ്യമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്. ഈ വിചാരത്തോടു കൂടി ദയോടുകൂടി ഭഗവാന്റെ നോട്ടത്തെ ഏറ്റുകൊണ്ട് നൃച്ഛൻ നൃപ തദുചിതം നൈച്ഛൻ നൃപസ്തദുചിതം ന ഇച്ഛൻ നൃപഃ തദ് ഉചിതം നൈച്ഛൻ നൃപസ്തദുചിതം. നൈച്ഛത ആഗ്രഹിക്കുന്നില്ല ഹേ രാജാവേ, തദുചിതം മഹതാം, അവർക്ക് ഉചിതം മഹത്തുക്കളായ സജ്ജനങ്ങൾ ചെയ്യുന്ന ഭഗവത് സേവ, അതിൽ അനുരക്തമായ മനസ്സോടുകൂടി ഇരിക്കൽ എന്നുള്ളതാണ് മഹാന്മാരുടെ സേവ. അവർക്ക് ഭഗവത് പാദത്തെ സേവിച്ചാൽ മാത്രം മതി, മോക്ഷം പോലും വേണമെന്ന് ആഗ്രഹമില്ലാത്തവരാണ്.
യോ ദുസ്ത്യജൻ ക്ഷിതിഫുതസ്വജനാർത്ഥദാരൻ പ്രാർത്ഥ്യാംശ്രിയം ഫുരവരൈഫതയാവലോകാം നൈച്ഛന്നൃപസ്തദുചിതം മഹതം മധുദ്വിക്ഷേവാനുരക്തമനഫാം ഭവോപി ഫൽഗു. യോ ദുസ്തിജൻ ക്ഷിതിഫുതസ്വജനാർത്ഥദാരൻ പ്രാർത്ഥ്യാംശ്രിയം ഫുരവരൈഫതയാവലോകാം നൈച്ഛന്നൃപസ്തദുചിതം മഹതം മധുദ്വിക്ഷേവാനുരക്തമനഫാം അഭവോപി ഫൽഗു. യോ ദുസ്ത്യജൻ ക്ഷിതിഫുതസ്വജനാർത്ഥദാരൻ പ്രാർത്ഥ്യാം ശ്രിയം സുരവരൈഫതയാവലോകാം നൈച്ഛന്നൃപസ്തദുചിതം മഹതം മധുദ്വിക്ഷേവാനുരക്തമനഫാം അഭവോപി ഫൽഗു. യജ്ഞായ ധർമ്മപതേ വിധിനൈപുണായ യോഗായ സാംഖ്യശിരഫേ പ്രകൃതീശ്വരായ നാരായണായ ഹരേ നമ ഇത്യുദാരം ഹാസിൻ മൃഗത്വമപി യഃ സമുദാജഹാരാം. യജ്ഞായ യജ്ഞത്തിനായിക്കൊണ്ട് ധർമ്മപതിക്കായിക്കൊണ്ട് വിധി നൈപുണായ വിധിപൂർവമുള്ള നിപുണതയ്ക്ക് വേണ്ടിയിട്ട് യോഗായ യോഗത്തിന് വേണ്ടിയിട്ട് സാംഖ്യശിരഫേ പ്രകൃതീശ്വരായ സാംഖ്യത്തിന്റെ ശിരഫായിരിക്കുന്ന പ്രകൃതീശ്വരനായിക്കൊണ്ട് നാരായണായ ഹരേ നമ അങ്ങനെയുള്ള ഹരിയായ നാരായണനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്ന് ഉദാരമായി ഹാസ്യൻ മൃഗത്വമപി സമുദാജഹാര. ഹാസ്യൻ മൃഗത്വമപി ഹാസ്യത്തെ ഉപേക്ഷിക്കുന്നതെന്നാണ്, അല്ല പരിഹസിക്കാന്നല്ല. ഹാസ്യൻ അപി ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ പോലും മൃഗത്വം ഹാസ്യൻ അപി മൃഗത്വത്തെ ഉപേക്ഷിക്കുന്നവനാണെങ്കിൽ പോലും ഉദാരം യഹ സമുദാജഹാര ഈ ഉദാരമായ വിധത്തിൽ ആരാണോ വ്യാകുലനല്ലാതെ സമുദാജഹാര ഉദാജഹാര പറഞ്ഞു സമുദാജഹാര വേണ്ടതുപോലെ പറഞ്ഞു ദുഃഖിതനാവാതെ പറഞ്ഞു എന്നർത്ഥം. ത്യാഗസ്വരൂപനാണ്, യജ്ഞാതി കർമ്മങ്ങളുടെ ഫലദാതാവാണ്, സർവകർമ്മങ്ങളെയും പ്രവർത്തിപ്പിക്കാൻ യോഗ്യനാണ്, അഷ്ടാംഗയോഗത്തെ പ്രാപിക്കാൻ യോഗ്യനാണ്, സാംഖ്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന പരമാർത്ഥ വസ്തുസ്വരൂപനാണ്, പ്രകൃതിയുടെ നിയന്താവാണ്, ബ്രഹ്മാദികളിലെ ഉത്കൃഷ്ടൻ, ദേവന്മാരുടെയും സർവലോകങ്ങളുടെയും ഉത്പത്തിക്ക് കാരണസ്വരൂപനാണ്, സംസാര സങ്കടങ്ങളെ സഹിക്കുന്നവരുമായ അങ്ങേക്കായിക്കൊണ്ടിതാ ഞങ്ങൾ നമസ്കരിക്കുന്നു എന്ന് ഉച്ചരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മൃഗദേഹത്തെ ഉപേക്ഷിക്കുന്ന അവസരത്തിലും യാതൊരുവൻ ഉദാര വിചാരവാനായിരുന്നുവോ ആ രാജാവിന്റെ മാർഗത്തെ അനുസരിപ്പാൻ ബാക്കി ആർക്കും സാധിച്ചില്ല. അത്രയ്ക്ക് ഉത്കൃഷ്ടമാണ് ഈ ഭരതന്റെ വഴി, ആ രാജമാർഗം അത്രയ്ക്ക് ഗഹനമാണ് എന്ന് ഒന്ന് സൂചിപ്പിക്കാൻ ചെയ്തു. അത് ആർക്കും അതിനെ പിന്തുടരാൻ പറ്റില്ല. യജ്ഞായ ധർമ്മപദേ വിധി നൈപുണായാം യോഗായ സാംഖ്യശിരഫേ പ്രകൃതീശ്വരായ നാരായണായ ഹരേ നമയിത്യുദാരം ഹാസ്യൻ മൃഗത്വം വയ്യ സമുദാജഹാരാം. യജ്ഞായ ധർമ്മപദേ വിധി നൈപുണായാം യോഗായ സാംഖ്യശിരഫേ പ്രകൃതീശ്വരായ നാരായണായ ഹരേ നമയിത്യുദാരം ഹാസ്യൻ മൃഗത്വം വയ്യ സമുദാജഹാരാം. ഇതം ഭാഗവത സഭാജിതാപദാത ഗുണകർമ്മണോ രാജർഷഭരതസ്യാനുചരിതം സ്വസ്ത്യേനം ആയുഷ്യം ധന്യം യശസ്യം സ്വർഗ അപവർഗ്യം ഉപാനുശൃണോത്യാഖ്യാസ്യത്യഭിനന്ദതി ച സർവാ ഏവ ആശിഷ ആത്മന ആശാസ്തേ ന കാഞ്ചന പരത ഇതി. യഹ ആരാണോ ഇതം ഭാഗവത സഭാജിതൻ ഭക്തന്മാരാൽ സൽക്കരിച്ചവൻ, ഭാഗവതന്മാരാൽ സഭാജിതൻ സൽക്കരിച്ചവൻ.
ഭാഗവത സഭാജിത അവതാത ഗുണകർമ്മണ. അവതാതം പരിശുദ്ധമായ, ഗുണകർമ്മണോ ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും. ഭാഗവത സഭാജിത അവതാത ഗുണകർമ്മണോ രാജർഷേ. അങ്ങനെയുള്ള രാജർഷിയുടെ ഭരതന്റെ അനുചരിതം, തുടർച്ചയായുള്ള ഈ ചരിതത്തെ സ്വസ്ത്യയനം മംഗളത്തിനുള്ള മാർഗമാണ്. ആയുഷ്യം ആയുസ് നീട്ടിക്കിട്ടുന്നതാണ്. ധന്യമാണ് ധനമുണ്ടാക്കുന്നതാണ്. യശസ്യമാണ് യശസ്സുണ്ടാക്കുന്നതാണ്. സ്വർഗാപവർഗ്യം സ്വർഗവും അപവർഗമായ മോക്ഷവും നൽകുന്നതാണ്. അതാരാണോ അനുശൃണോതി അടുക്കലിരുന്ന് കേൾക്കുന്നത്, ആഖ്യാസ്യതി പറയുന്നത്, അഭിനന്ദിക്കുന്നത് സർവാഹ സർവാഹ ആശിഷ ഏവ എല്ലാ ആശംസകളും ആത്മനഃ ആശാസ്തേ തനിക്ക് വേണ്ടി ഉപദേശിക്കുന്നു. ന കാഞ്ചന പരതി അന്യൽ നിന്നും ഒന്നും ആഗ്രഹിച്ചു കൊണ്ടേയല്ല, ആശിക്കുന്നേയില്ല. അതുകൊണ്ട് ഭഗവത് ഭക്തന്മാരാൽ ആദരിക്കപ്പെടുന്നതും പരിശുദ്ധങ്ങളുമായ എത്രയോ ഗുണങ്ങൾ, എത്ര കർമ്മങ്ങൾ, അതെല്ലാം അടങ്ങിയ ഈ മംഗളകരമായ ഭൗതിക ലോക ജീവിതത്തിന്റെ താമസം ദീർഘായുസിനെ ഉണ്ടാക്കുന്നതാണ്, ധനമുണ്ടാക്കുന്നതാണ്, യശസ് ഉണ്ടാക്കുന്നതാണ്, സ്വർഗം ഉണ്ടാക്കുന്നതാണ്, മോക്ഷം ഉണ്ടാക്കുന്നതാണ് എന്നിങ്ങനെ ഈ സാധിക്കാൻ വിഷമമുള്ള ഇതെല്ലാം സാധിപ്പിച്ചു തരാൻ സമർത്ഥമാണ്. ആ രാജർഷിയായ ഭരതന്റെ കഥ കേൾക്കുകയോ കേൾപ്പിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുന്നവന് എല്ലാവിധ ആശിസ്സുകളും ഭഗവാൻ തന്നെ ഉണ്ടാക്കിത്തരും. അന്യൽ നിന്നും യാതൊന്നും ആഗ്രഹിക്കാനായിട്ട് വരികയില്ല. വേണ്ടതെല്ലാം അപ്പോൾ ഉണ്ടാക്കിത്തരും. ഇതാണ് ഭഗവൻ മഹത്വം. ഇതം ഭാഗവത ഭാജിതാവതാത ഗുണകർമ്മണോ രാജർഷിർഭരതസ്യാനുചരിതം സുസ്ഥ്യയനമായുഷ്യം ധന്യമശസ്യം സ്വർഗാപവർഗ്യമുപ അനുശൃണോത്യാഖ്യാസ്യത്യഭിനന്ദതി ച സർവാ ഏവ ആശിഷ ആത്മനാശാസ്തേന കാഞ്ചന പരതൈതി. ഇതം ഭാഗവത സഭാജിതാവതാത ഗുണകർമ്മണോ രാജർഷിർഭരതസ്യാനുചരിതം സ്വസ്ത്യയനം ആയുഷ്യം ധന്യമശസ്യം സ്വർഗ അപവർഗ്യം ഉപ അനുശൃണോത്യാഖ്യാസ്യതി അഭിനന്ദതി ച സർവാ ഏവ ആശിഷ ആത്മന ആശാസ്തേന കാഞ്ചന പരത. എന്നിങ്ങനെ സംസാരലോക ജീവിതത്തിന്റെ കടുപ്പം, പരപ്പ്, വിസ്തീർണത, അതിലകപ്പെട്ട തിരിച്ചക്കര കടക്കാനുള്ള വൈഷമ്യങ്ങൾ, അതുകൊണ്ട് വരുന്ന ദോഷങ്ങൾ, ഇതൊക്കെ വിസ്തരിച്ച് ഉപന്യസിച്ചിട്ട് ആരാണോ ഭരതനായ രാജർഷിയുടെ കഥ നിരന്തരം കേൾപ്പിക്കുകയും അതിൽ രസിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നത്, അവർക്ക് സംസാര ലോകത്തിൽ നിന്നും വളരെ വേഗം വിടുതൽ കിട്ടി മോക്ഷ വഴിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന് ഈ കഥയുടെ മഹത്വം ഉപവർണ്ണിച്ചുകൊണ്ട് ഈ അധ്യായം അവിടെ ഉപസംഹരിക്കുകയാണ്. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറേ, പാരോഷ്യ വിവരണമെന്ന് വിവരിച്ചിരിക്കുന്നുണ്ടോ? ഭരത ഉപാഖ്യാന പാരോഷ്യ വിവരണമെന്നും പറഞ്ഞിട്ടിരിക്കുന്നത് അവസാനം ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരവംസ്യ, അത് കഴിഞ്ഞ ഭരത ഉപാഖ്യാനെ പാരോഷ്യ വിവരണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? സംസാര ജീവിതത്തെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞിട്ടില്ല, അത് പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പരോക്ഷമായിട്ട് പറഞ്ഞതിന്റെ പേരാണ് പാരോക്ഷ്യ വിവരണം എന്ന്. നേരിട്ട് പറഞ്ഞിട്ടില്ല. ഒരു കാട്ടിലെ ജീവിതാനുഭവങ്ങൾ മാത്രം പറഞ്ഞു, അതിൽ നിന്നും സംസാരത്തിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രത്യക്ഷമായി പറയാതെ പരോക്ഷമായി പറയുന്നതിന്റെ പേരാണ് പാരോക്ഷ്യ വിവരണം എന്ന്.
ഓക്കെ സാറേ, താങ്ക്സ്. മനസ്സിലായില്ലെങ്കിൽ ഉപസംഹരിക്കാം. അടുത്ത ആഴ്ച. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ.